കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞങ്ങളുടെ നാട്ടിലുള്ള ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജപ്പാനിലെ ഹമാമച്ച് സിറ്റിയിൽ നടക്കുന്ന ഹമാമച്ച് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് കുട്ടികളൊക്കെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാവരും നന്നായിട്ട് വായിക്കാറായിട്ടുണ്ട്. എല്ലാവരും ഇനിയിപ്പം ഫെസ്റ്റിവലിൻ്റെ ദിവസത്തിന് വേണ്ടി റെഡിയായ മട്ടാണ്. ഫെസ്റ്റിവൽ ദിവസം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. രഥത്തിൽ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കുട്ടികളൊക്കെ ഇരിക്കുന്നത്. രഥത്തിൽ കയറുമ്പോൾ മേക്കപ്പ് ചെയ്തിട്ടാണ് മിക്കവാറും എല്ലാവരും കയറുക, പ്രത്യേകിച്ച് ഫ്രണ്ട് നിരയിലിരിക്കുന്ന പെൺകുട്ടികളും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്ന പേരൻസ് തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്, എങ്ങനെ മേക്കപ്പ് ചെയ്യാം എന്നതിനെ പറ്റി. ഇന്നത്തെ പ്രാക്ടീസ് ടൈം കുറച്ചിട്ടാണ് ഈ മേക്കപ്പിൻ്റെ പ്രാക്ടീസ് അല്ല ക്ലാസ് ഇവിടെ നടത്തുന്നത്. അങ്ങനെ അവർ എല്ലാ സാധനങ്ങളും ഫൗണ്ടേഷനും ക്രീമും അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവിടെ പഠിപ്പിക്കുന്ന ആൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കളർ കണ്ടപ്പോൾ എനിക്ക് മതിയായി. നമ്മുടെ സ്കിന്നിന് പറ്റിയ കളറൊന്നും അവരുടെ കയ്യിലില്ല. അവരുടെ എല്ലാവരുടെയും സ്കിന്ന് സെയിം കളറായതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ ഒരേ ടോണിലുള്ള ഫൗണ്ടേഷനും ഒക്കെ ഉള്ളൂ. അപ്പം ഞാനത് കണ്ടപ്പോഴേ വിചാരിച്ചു നമുക്ക് പറ്റത്തില്ല പറഞ്ഞാലോ എന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വെറുതെ ഇട്ട് നോക്കുന്നതല്ലേ, അപ്പം ഇന്ന് നടക്കട്ടെ എന്ന് വിചാരിച്ചു. അതിനിടയിൽ ഓടക്കുഴൽ വായിക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് കേട്ടിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഓടക്കുഴൽ അവിടെ നിന്ന് എടുത്തിട്ട് അവരുടെ കൂടെ ചെയ്ത് നോക്കി. കാറ്റല്ലാതെ ഒന്നും വരുന്നില്ല. മിക്കവാറും ഇത് നടപ്പിലാവില്ല എന്ന് തോന്നുന്നു. എന്നാലും 1-2 ദിവസം ഒന്ന് ഊതി നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഫെസ്റ്റിവലിന് സമയമാകുമ്പോഴത്തേക്കെങ്കിലും സൗണ്ട് കുറച്ചെങ്കിലും വരുമോ എന്നൊരു പിടിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഓടക്കുഴൽ കൈ കൊണ്ട് എടുക്കുന്നത്. അങ്ങനെ പ്രാക്ടീസ് കഴിഞ്ഞ് മേക്കപ്പ് ലെസൻ്റെ സമയമായി. കഴിഞ്ഞ വർഷം ഇതേ പ്രാക്ടീസിന് പോയിക്കൊണ്ടിരുന്ന കുട്ടിയും ഒരു അമ്മയും ഉണ്ട്. അപ്പോൾ അവർ നമുക്ക് ചെയ്തു കാണിച്ചു. അവർ ചെയ്യുന്നത് പോലെ നോക്കി ചെയ്താൽ മതി എന്നാണ്. മനസ്സോടെ ഞാനും അതേ കളർ ഫൗണ്ടേഷനൊക്കെ അമ്മയെക്കുട്ടിയുടെ മുഖത്തൊക്കെ ഇട്ട് കൊടുത്തു. എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഫ്ലോപ്പായി. എനിക്ക് ശരിക്കും വിഷമം വന്നു. കാരണം നമ്മുടെ സ്കിന്നിന് ഒട്ടും ചേരാത്ത കളറായപ്പം ഒരുമാതിരി ചാരത്തിലൊക്കെ വീണ മാതിരി ഇരുന്നു ലാസ്റ്റ്. അവിടെ വെച്ച് ഞാനൊന്നും പറഞ്ഞില്ലെങ്കിലും ഞാൻ പിന്നീട് വന്നിട്ട് അവിടുത്തെ ടീച്ചറിൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഈ കളർ നമുക്ക് പറ്റത്തില്ല, എനിക്ക് വേണ്ടത് വാങ്ങിക്കോളാൻ പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു അങ്ങനെ ഇടണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് പറയുന്നത്. കടകളിലൊക്കെ തപ്പിയിട്ട് നമുക്ക് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ മേക്കപ്പ് ചെയ്യുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തി അവസാനം.